ബയോളജി പരീക്ഷയും കൂടെ അല്ലെ. നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ കാത്തു നിൽക്കുന്ന എൻ്റെ അമ്മ ഓണ പരീക്ഷ ഒന്ന് കഴിഞ്ഞ് കിട്ടണേ എന്നൊക്കെ. സോ അത് കഴിഞ്ഞാൽ നമുക്ക് വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിക്കണം. പക്ഷേ ആദ്യം നമുക്ക് ബയോളജി ഒന്ന് പഠിച്ച് സെറ്റ് ആക്കാറുണ്ട്. സോ ബയോളജി 40 മാർക്കിന്റെ പരീക്ഷയിൽ ഏകദേശം ഒരു 20-25 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരുന്ന ഒന്നാണ് ഇത്. നമ്മുടെ ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ജെനറ്റിക്സ് ഓഫ് ലൈഫ് ജീവന്റെ ജനകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ആൻഡ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വളരെ കുറഞ്ഞ സമയത്തിൽ ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ നമുക്കൊന്ന് പഠിച്ചു പോവാം. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചോളൂ. പിന്നെ ഈ ജെനറ്റിക്സ് ഓഫ് ലൈഫ് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളവർ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി. നാളത്തെ എക്സാമിന് പോകുന്നതിന് മുന്നേ ഇതൊന്ന് പഠിച്ച് സെറ്റ് ആകാൻ പറ്റും. അങ്ങനെയുള്ളവരോ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു റിവിഷൻ പെട്ടെന്ന് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. കംപ്ലീറ്റ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു തരുന്നതായിരുന്നു കേട്ടോ. അപ്പൊ ഒന്നാമത്തെ കാര്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ജെനറ്റിക്സ് ഓഫ് ലൈഫ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ പോയിന്റുകളാണ്? ഒന്ന്, ജീൻ എന്താണ്, DNA എന്താണ്, ന്യൂക്ലിയോടൈഡ് എന്താണ്, ക്രോമസോം എന്താണ്, ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ബോഡിയുടെ എല്ലാ ജനറ്റിക് മെറ്റീരിയലും അടങ്ങിയിരിക്കുന്നത് ഈ DNA-യിലാണ്. ഈ DNA-ന്റെ ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. കിട്ടിയാലോ? DNA-ന്റെ ഒരു കഷ്ണം, ഒരു ഭാഗം, ഒരു സെഗ്മെന്റിനെ നമ്മൾ എന്ത് പറയുന്നു? ജീൻ എന്ന് പറയുന്നു. ഇനി ഈ DNA-യിൽ തന്നെ DNA ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മോളിക്യൂളിന്റെ ഒരു സെറ്റ് ഓഫ് ഒരു സാധനം വെച്ചിട്ടാണ്. ആ DNA ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂളിന്റെ സെറ്റിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇതാണ് ആ ന്യൂക്ലിയോടൈഡ്. അപ്പൊ ഇവിടെ ഇതെന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ആണ്, ഇതെന്ന് പറയുന്നത് ഷുഗർ ആണ്, ആൻഡ് ഇതെന്ന് പറയുന്നത് നൈട്രജൻ ബേസ് ആണ്. നമ്മളിപ്പം ന്യൂക്ലിയോടൈഡ് പറഞ്ഞു, ജീന് പറഞ്ഞു, DNA പറഞ്ഞു. DNA എന്ന് പറയുന്നത് തന്നെ സാധാരണ ഇങ്ങനെ ക്രൊമാറ്റിൻ പോലെ, നൂല് പോലെ നിൽക്കാം. അത് കണ്ടൻസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായി മാറും? ക്രോമസോമായിട്ട് മാറും. ഇനി പ്രോട്ടീൻ സിന്തസിസ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ആകുന്നു, നമ്മുടെ മുടിയുടെ കളറ്, നമ്മുടെ കണ്ണിന്റെ കളറ്, ചുണ്ട്, നമ്മുടെ സ്കിന്ന്, എല്ലാത്തിനും കാരണം നമ്മുടെ ജീന് കൊടുക്കുന്ന ജീനിന്റെ ഇൻഫർമേഷൻ അനുസരിച്ച് ഉണ്ടാവുന്ന പ്രോട്ടീനാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണം എന്ന് പറയും. അതിന് 2 ഘട്ടങ്ങളുണ്ട്, അത് മിസ് പറഞ്ഞു തരാം. ഓക്കെ. പിന്നെ നമ്മൾ പഠിക്കുന്നത് ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. DNA കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷെ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ഗ്രിഗർ ജൊഹാൻ മെന്റൽ ആണ്. അദ്ദേഹം ജെനറ്റിക്സിലൂടെയാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നാണ് അറിയുന്നത്. അവിടെ നമ്മൾ ക്രോസുകൾ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് പാരന്റ്സിൽ നിന്ന് നമുക്ക് വരുന്നത്, എങ്ങനെയാണ് സ്വഭാവ ഗുണം പ്രകടമാവുന്നത് എന്നൊക്കെ പറയുന്നതാണ് മോണോഹൈബ്രിഡ് ഡയബിഡ് ക്രോസുകൾ നമ്മൾ പഠിക്കുന്നത്. ആൻഡ് അതിനോട് തന്നെ ലോസ്, നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്, അതായത് മെന്റൽ പറയാൻ വിട്ടുപോയ കുറച്ച് അല്ലെങ്കിൽ മെന്റൽ പറയാത്തതുമായിട്ടുള്ള കുറച്ച് ട്രാൻസ്ഫോർമേഷൻ തിയറീസ് ഉണ്ട്. അതാണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്, എങ്ങനെയാണ് അത് കുട്ടികളിലേക്ക് എത്തുന്നത് എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ പറയുന്ന ജെനറ്റിക്സിൽ തന്നെ നമ്മൾ അച്ഛനും അമ്മേന്റെയും എക്സാക്ട് കോപ്പീസ് അല്ല, അവരിൽ നിന്നും നമുക്ക് കുറെ വ്യതിയാനങ്ങളുണ്ട്. ആ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിന് കാരണക്കാരായിട്ടുള്ള ക്രോസിംഗ് ഓവർ മ്യൂട്ടേഷൻ എന്താണെന്ന് നമ്മൾ ഈ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ വേഗം തന്നെ നോക്കാം. വാട്ട് ഈസ് ജീൻ എഡിറ്റിംഗ്? ഇതിന്റെ ചാപ്റ്ററിന് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കാണുന്നതാണ് ജീൻ എഡിറ്റിംഗ് എന്താണ് എന്നുള്ളത്. ആൻഡ് അവിടെ ഓർക്കേണ്ട കാര്യം, ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് DNA-യിലെ ജീനിൽ കുറച്ച് ചേഞ്ചസ് വരുത്താം. ആ എഡിറ്റിങ്ങിനെയാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ആ ടെക്നോളജിക്ക് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ CRISPR-Cas9 എന്ന് പറയും. CRISPR-Cas9 ടെക്നോളജി എന്നാണ് പറയുന്നത്. ആ CRISPR-Cas9 എന്ന ടെക്നോളജി വഴി നമുക്ക് ജീൻ എഡിറ്റിംഗ് നടത്താം. കണ്ടുപിടിച്ചത് ജോർഡിന ആൻഡ് എമ്മ ഷാർപ്പൻഡിയർ ആണ് കേട്ടോ. എമാനുവൽ ഷാർപ്പൻഡിയർ ആണ് കണ്ടുപിടിച്ചത്. അവർക്ക് എന്ത് കിട്ടി? നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് കെമിസ്ട്രിയിൽ. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസുഖം, ജീനിന്റെ വ്യതിയാനം മൂലം എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ജീനിനെ എഡിറ്റ് ചെയ്ത് ആ അസുഖം മാറ്റിയെടുക്കാവുന്നതാണ്. സോ പ്രധാനമായിട്ട് റെവല്യൂഷണറി അഡ്വാൻസസ് ആണ് തെറാപ്പി, ട്രീറ്റ്മെന്റ്, ക്യാൻസർ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് പെസ്റ്റ് വെറസിസ്റ്റന്റ് വെറൈറ്റീസ്, ഈ കീടങ്ങളുടെ നിയന്ത്രണമുള്ള ചെടികളെയൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അടുത്തത് ജീൻ എന്താണ്? ജീൻ എവിടെയാണ് ഉള്ളത്? ജീൻ എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ഓഫ് DNA-യിലാണ് ഉള്ളത്. പ്രോട്ടീൻസ് വിച്ച് ആർ സിന്തസൈസ്ഡ് അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻ ഓഫ് ജീൻ. ഞാൻ പറഞ്ഞല്ലോ, ജീൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ മെസ്സേജിനനുസരിച്ചാണ് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത്. ജീൻസ് DNA മോളിക്യൂളില് അല്ലെങ്കിൽ നമുക്ക് പറയാം ക്രോമസോമിന്റെ ഉള്ളിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ DNA എന്ന് പറയുമ്പോൾ ഡബിൾ ഹെലിക്സ് മോഡലാണ് അല്ലെ. ഈ ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടുപിടിച്ചത് ആരാണെന്ന് നിങ്ങളോട് ചോദിക്കും. ആ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകളാണ്. ഈ ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ അല്ലെങ്കിൽ ചുറ്റുഗോവണി മാതൃക എന്നൊക്കെ ഈ പേര് കൊടുത്തത് നമ്മുടെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. പക്ഷേ ഇതിന്റെ ഈ ഒരു ഡിഫ്രാക്ഷൻ മെത്തേഡ് വഴി ഈ ഒരു ഘടനയിലേക്ക് എത്തിച്ചേർന്നത് ആരാണ്? അത് നമ്മുടെ മൗറിസ് വിൽക്കിൻസ്.
റോസലിൻ ഫ്രാങ്ക്ലിൻ മൗറിസ് വിൽക്കിൻസും ചെയ്ത ഒരു ഫോട്ടോ 51 എന്ന ഒരു ഫോട്ടോയിൽ നിന്നാണ് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ നടത്തിയത്. അപ്പൊ റോസലിൻ ഫ്രാങ്ക്ലിൻ ആണ് ഈ ഡിഫ്രാക്ഷൻ മെത്തേഡ് നടത്തിയതെന്ന് ഓർത്തു വെക്കുക. പിന്നെ ന്യൂക്ലിയോടൈഡ് എന്താണ് ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ്. നിങ്ങൾക്ക് ഈ ചിത്രം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പൊ നോക്കി വെച്ചോളാം, ഇത് നമ്മുടെ ഫോസ്ഫേറ്റ്, ഇത് DNA ആണെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗർ, ഇത് നമ്മുടെ നൈട്രജൻ ബേസ്. ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ DNA-യും RNA-യും അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ DNA RNA ന്യൂക്ലിക് ആസിഡുകളാണ്. RNA ആണെങ്കിൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ ഫോസ്ഫേറ്റ് ആയിരിക്കും, ഇവിടെ ഒരു റൈബോസ് ഷുഗർ ഉണ്ടാകും, ആൻഡ് ഇവിടെ എന്താണ് ഒരു നൈട്രജൻ ബേസ്. കഴിഞ്ഞു. ഇതിന് ഇപ്പുറത്തേക്ക് ഒരു സ്ട്രാൻഡ് ഇല്ല. DNA ആകുമ്പോൾ 2 സ്ട്രാൻഡ് ഉണ്ട്, ആൻഡ് RNA എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാൻഡേ ഉള്ളൂ. റൈബോസ് ആണ് പഞ്ചസാര വരുന്നത്, ആൻഡ് അവിടെ യുറാസിലാണ് തൈമിന് പകരം വരിക. അപ്പൊ അത് DNA RNA തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെക്കുക. പിന്നെ DNA-യിൽ നമുക്ക് ഡിയോക്സി റൈബോസ് ഷുഗർ ആണെന്ന് ഓർത്ത് വെക്കുക. DNA സ്പൈറൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, ഷുഗറും ഫോസ്ഫേറ്റും ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് കാണാം റങ്സ്, ഈ പടികളാണ് എന്ത് ചെയ്യുന്നത്, അവരെ ഇങ്ങനെ യോജിപ്പിക്കുന്നത്. അഡിനിൻ തൈമിനുമായിട്ട് ജോയിൻ ചെയ്യുന്നു, ഇത് പഠിച്ചു വെക്കണേ. അഡിനിൻ ഡബിൾ ബോണ്ട് ചെയ്ത് തൈമിനുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് സൈറ്റോസിൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടിനായിട്ട് ഗുവാനിനുമായിട്ട് ചേരുന്നത്. അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഗുവാനിൻ, ഇങ്ങനെയാണ് ഇവർ ജോഡി ചേരുന്നത്. ആൻഡ് ഇതാണ് സ്റ്റാൻഡ് ആയിട്ട് വരുന്നത്. ഇനി ക്രോമസോമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം DNA എങ്ങനെയാണ് ക്രോമസോമായി മാറുന്നത്. DNA-യിൽ ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനുകളുണ്ട്. ആ ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനുകൾ ഒരു 8 എണ്ണമായി ചേരുമ്പോൾ അതെന്താകും, ഹിസ്റ്റോൺ ഒക്ടേമറായി. അങ്ങനെ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ, ആ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകളിലേക്ക് DNA ഇങ്ങനെ വൈൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ന്യൂക്ലിയോസോമുകൾ ഉണ്ടാവും. അങ്ങനെ വൈൻഡ് ചെയ്ത ന്യൂക്ലിയോസോമുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എന്ത് ചെയ്യും, സൂപ്പർ കോയിൽ ചെയ്യും. അങ്ങനെ കോയിൽ ചെയ്തിട്ടാണ് ക്രോമസോമായിട്ട് മാറുന്നത്. ആൻഡ് ഈ ക്രോമസോമിന്റെ പ്രത്യേകത എന്താ, ഇവിടെ നമുക്ക് ക്രൊമാറ്റിഡ് എന്ന് പറയുന്ന ആംസ് കാണാം. സെൻട്രൽ കാണുന്നതിന് നമ്മൾ സെൻട്രോമിയർ എന്നും പറയും. ക്രോമസോമില് ഈ ആംസിനെ നമ്മൾ ക്രൊമാറ്റിഡ് എന്ന് പറയും, സെന്ററിൽ നമ്മൾ ക്രൊമാറ്റിഡ് സെൻട്രോമിയർ എന്നാണ് പറയുന്നത് കേട്ടോ. 46 ക്രോമസോമാണ് എല്ലാ സെല്ലിലും നമുക്ക് ഉണ്ടാവുന്നത്. 46 ക്രോമസോമിൽ 23 എണ്ണം പിതാവ് പാരന്റിൽ നിന്ന്, അതായത് ഫാദർ, 23 എണ്ണം നമ്മുടെ മദറിൽ നിന്നുമാണ് കിട്ടുക. ഇനി ഈ 46 ക്രോമസോമില് 22 പെയേഴ്സ് എന്ന് പറയുന്ന 46 ക്രോമസോമാണ്, 23 ജോഡികളാണ്. 22 എണ്ണം നമ്മൾ പറയുന്നത് എന്താണ്, സൊമാറ്റിക് ക്രോമസോം എന്ന് പറയും. 44 എണ്ണം സൊമാറ്റിക് ക്രോമസോംസ്, ബാക്കി 2 എണ്ണം എന്താണ്, സെക്സ് ക്രോമസോം, ലിംഗനിർണയ ക്രോമസോമുകളാണ്. നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവങ്ങൾ, അതായത് നമ്മുടെ ബോഡിയിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഹൈറ്റ്, വെയിറ്റ്, നമ്മുടെ കളറ്, സ്കിൻ കളറ്, നമ്മുടെ ഷേപ്പ്, ഇതെല്ലാം നിർണ്ണയിക്കുന്നത് സൊമാറ്റിക് ക്രോമസോം എന്ന് പറയും കേട്ടോ. അപ്പം കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, ശാരീരിക സവിശേഷത നിയന്ത്രിക്കുന്നത് സ്വരൂപ ക്രോമസോമുകളാണ്. എന്നാൽ നമ്മുടെ ലിംഗം, സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ XY ക്രോമസോമുകളാണ്. അതിൽ ഫീമെയിൽ ആണെങ്കിൽ XX വരും, മെയിൽ ആണെങ്കിൽ XY വരും. ഇത് ഓർത്ത് വെക്കുക. ആൻഡ് വൈയിലുള്ള SRY ജീനാണ് എന്ത്, Y ക്രോമസോമിലെ SRY ജീനാണ് എംബ്രിയോയില് ടെസ്റ്റിസ് ഉണ്ടാക്കുന്നത്. അപ്പൊ കുഞ്ഞിലെ എംബ്രിയോയില് ടെസ്റ്റിസിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നത് Y ക്രോമസോമിലെ SRY ജീനാണ്. അതുകൊണ്ടാണ് ഇത് ആൺകുട്ടിയായിട്ട് മാറുന്നത്. അപ്പൊ ഫീമെയിൽ ജനറ്റിക് സ്ട്രക്ചർ 44 + XX ആണെങ്കിൽ മെയിൽ എന്ന് പറയുന്നത് എന്താ വരിക, 44 + XY ആണ് വരുന്നത്. 44 + XY ആണ് വരിക. ഇനി ഫ്രം DNA, ഹൗ ഇസ് RNA ഡിഫറെന്റ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ആൻഡ് നൈട്രജൻ ബേസ് ആയിട്ട് വരുന്നത് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ്. ആൻഡ് പെയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു ഷുഗർ എന്ന് പറയുന്നത് ഏതാണ്, റൈബോസ് ഷുഗർ ആണ് വരിക. ഷുഗർ, റൈബോസ് ഷുഗർ. ഓക്കെ. ഇനി ഹൗ ഡു ജീൻ ആക്ട്, എങ്ങനെയാണ് ജീന് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളോട് ചോദിച്ചാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജീനാണ് ആക്ട് ബൈ സിന്തസൈസിങ് പ്രോട്ടീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് RNA. ഈ ജീന് DNA-യിൽ നിന്നും DNA-യിലുള്ള ജീന് കൊടുക്കുന്ന മെസ്സേജിനനുസരിച്ച് എന്തുണ്ടാകുന്നു, mRNA ഉണ്ടാവുന്നുണ്ട്. അതുവഴിയാണ് നമ്മുടെ പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, DNA-യിൽ നിന്നും mRNA ഉണ്ടാവുന്നതാണ്. അപ്പൊ mRNA സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പൊ DNA എന്ന് പറഞ്ഞാലും എല്ലാ സ്റ്റാൻഡുകളും ഉണ്ട്. പക്ഷെ ആ DNA-യിൽ നിന്നും ആ ഒരു പെർട്ടിക്കുലർ ജീൻ ഉണ്ട്, ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജീൻ ആണെങ്കിൽ ആ ജീൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഹൈറ്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പ്രോട്ടീൻ ഉണ്ടാവുന്നത്. സോ ഓർത്ത് വെച്ചോളാം,
ഒന്നാമത്തെ സ്റ്റെപ്പ്, DNA നിശ്ചിത ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്നും എൻസൈമുകളുടെ സഹായത്താൽ പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള സന്ദേശം അടങ്ങിയ mRNA രൂപപ്പെടുന്നു. അതിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. ആൻഡ് ഈ mRNA പിന്നെ എന്ത് ചെയ്യും? ന്യൂക്ലിയസിൽ നിന്ന് പുറത്തു കടന്നിട്ട് tRNA, ട്രാൻസ്ഫർ RNAയുടെ സഹായത്താൽ tRNA എന്ത് ചെയ്യും? അമിനോ ആസിഡുകളെ കൊണ്ടുവരും. ആ അമിനോ ആസിഡുകളെ ചേർത്ത് പ്രോട്ടീൻ ആക്കുന്നത് rRNA ആണ്. അപ്പൊ mRNA മെസ്സേജ് കൊണ്ടുവരും, tRNA അമിനോ ആസിഡുകളെ കൊണ്ടുവരും, നമ്മുടെ rRNA റൈബോസോമിലാണ്, അതാണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. പ്രോട്ടീൻ നിർമ്മിക്കുന്ന സ്റ്റെപ്പിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്നാണ് പറയുക. ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡ് കമ്പൈൻ ചെയ്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്ന സ്റ്റെപ്പിന്. ഓക്കെ, ഇനി സെൽ ഓർഗനൽ ഫോർ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത് റൈബോസോമാണ്. rRNA ആണ് എന്ത് ചെയ്യുന്നത്? ഫോർമേഷൻ ഓഫ് ബോണ്ട് ഉണ്ടാക്കാൻ അമിനോ ആസിഡിനെ കമ്പൈൻ ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് rRNA ആണ്. ബ്രിങ് സ്പെസിഫിക് അമിനോ ആസിഡ് ടു റൈബോസോം അക്കോർഡിംഗ് ടു ദ മെസ്സേജ് ഇൻ mRNA ആണ് tRNA. അമിനോ ആസിഡുകൾ എത്തിക്കുന്നത് ആരാണ്? tRNA ആണ്. ആൻഡ് ഡിഫൈൻ അലിൽ എന്താണെന്ന് ചോദിക്കാം. അത് ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്താണ് അലിൽ? അലിൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഫോംസ് ഓഫ് ജീൻ ദാറ്റ് ഡിറ്റർമൈൻ എ ക്യാരക്ടേഴ്സ് ആർ കോൾഡ് അലിൽ. ഒരു ജീനിന്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങളെയാണ് അലിൽ എന്ന് പറയുന്നത്. ഒരു ജീന് ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീനാന്ന് വിചാരിക്കാം. ആ ജീനിന് തന്നെ ഇതൊരു സ്പെസിഫിക് സെക്ഷൻ ഓഫ് DNA ആണ്. അതിന് രണ്ട് രീതിയിൽ അലിൽ ഉണ്ടാക്കാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ടി, സ്മോൾ ടി. ഇങ്ങനെ ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഉയരം കൂടിയതാണ്, സ്മോൾ ടി ഉയരം കുറവാണ്. അപ്പം ഇവിടെ ഏത് അലിലുകൾ ഈ പറയുന്നത് എന്തിനെ ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്? അലിലുകൾ എന്ന് പറയുന്നത് ജീനിന്റെ വ്യത്യസ്ത രൂപമാണ്. അപ്പം നമുക്ക് പറയാം ഡിഫറെന്റ് ഫോംസ് ഓഫ് ജീൻ ഡിറ്റർമൈൻ ദ ക്യാരക്ടേഴ്സ് ആണ് അലിൽ സിൻസ് ഓഫ്സ്പ്രിംഗ് ഇൻഹെറിറ്റ് ദ ജീൻസ്. അപ്പോ മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾ ലഭിക്കുന്നതിന് സാധാരണ ഒരു ജീനിന് 2 അലിലുകളാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മൾ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് ഇതിനെപ്പറ്റി പറയുക. സോ കൺക്ലൂഷൻ, ലോ ഓഫ് ഹെറിഡിറ്റി മെയ്ഡ് ബൈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ആണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ ചെയ്തത്. അപ്പൊ അതില് who recognize the importance of mental law of inheritance present in the world. ഈ പറയുന്ന മെന്റലിന്റെ തിയറീസ് എല്ലാം നമുക്കിലേക്ക് എത്തിച്ചു തന്നത് ആരാണ്? ഹ്യൂഗോ ഡീവ്രിറ്റ്സ്, കാൾ കോറൻസ് ആൻഡ് എറിക് വോൺ ഷെൻമാർക്ക് ആണ് കേട്ടോ. അത് മറന്നു പോകരുത്. ജെനറ്റിക്സിനെ കുറിച്ച് ഇദ്ദേഹം മെന്റൽ നടത്തിയ എല്ലാ പരീക്ഷണവും ലോകത്തെ അറിയിച്ചത് ഇവര് 3 ആൾക്കാരുമാണ്. പിന്നെ അക്കോർഡിംഗ് ടു ഡോമിനന്റ് അലിൽ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ഓഫ് an organism are called dash. നമുക്കിപ്പം ഒരു സ്വഭാവ ഗുണം എടുത്തു. ഞാൻ ഹൈറ്റ് തന്നെ പറയാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം ഉയരം കൂടിയതാണ് കുറവാണ്. നിറം പിങ്ക്, റെഡ്, യെല്ലോ ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെ നമ്മൾ ഫീനോടൈപ്പ് എന്നാണ് പറയുക കേട്ടോ. ഫീനോടൈപ്പ് എന്നാണ് പറയുക. നമുക്കൊരു സ്വഭാവ ഗുണത്തെ, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 ഘടകങ്ങൾ ചേർന്നാണ് അലിലുകൾ ഒന്ന് മാത്രം പ്രകടമാവുന്നു. ആ പ്രകടമാവുന്നതിനെ നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയും. അതിന് കാരണമായിട്ടുള്ള അലിലുകളെ വെച്ചിട്ടുള്ളത് ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഇതിനെ നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയും. അപ്പൊ ഹൈറ്റിൽ ടോൾ എന്ന് പറയുന്നത് ഫീനോടൈപ്പ് ആണെങ്കിൽ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി ആണ്. അപ്പൊ ഫീനോടൈപ്പ്, ജീനോടൈപ്പ് ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ ഗ്രിഗർ ജോഹാൻ മെൻഡൽ പറയുന്നത് പ്രകടമാവുന്ന അലിലുകൾക്കനുസരിച്ച് ജീവിയിൽ പ്രകടമാവുന്ന സ്വഭാവ രൂപത്തെ ഫീനോടൈപ്പ് എന്നും അതിന് കാരണമായി ജനിതഘടന ജീനോടൈപ്പ് എന്നും പറയുന്നു. അത് പഠിച്ചു വെക്കണേ, ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. പിന്നെ നമുക്ക് 2 ക്രോസ് പഠിക്കാനുണ്ട്, മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും. മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ പ്രത്യേകത എന്താ? മോണോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്യാരക്ടർ എടുക്കുക, ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ് മാത്രം. ഡൈ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഹൈറ്റും പിന്നെ സീഡിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സീഡിന്റെ കളർ ഇങ്ങനെ 2 ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ അത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. ആൻഡ് ഇവിടെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ചിത്രം നോക്കുക. നമ്മൾ 2 ചെടി എടുക്കുന്നു, ഒന്ന് ടോൾ ആണ്, ഒന്ന് ഡ്വാഫ് ആണ്. ഇതിൽ നിന്ന് ഗമേറ്റ് വരിക ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായി? ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ക്യാപിറ്റൽ ടി, സ്മോൾ ടി വന്നാലും ക്യാപിറ്റൽ ടി വന്നാലും അത് ടോൾ പ്ലാന്റ് ആണ്. സോ ചെടി ഉയരം കൂടിയ ചെടിയാണ്. അപ്പൊ ഫീനോടൈപ്പ് നമുക്ക് എന്ത് കിട്ടും? ടോൾ. ജീനോടൈപ്പ് എന്ത് കിട്ടും? ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇനി ഇതിനെ വീണ്ടും 2ാം തലമുറയിൽ വീണ്ടും ക്രോസ് ചെയ്യുമ്പം ക്യാപിറ്റൽ ടി, അല്ല ക്യാപിറ്റൽ ടി, സ്മോൾ ടി വരും. ദെൻ ക്യാപിറ്റൽ ടി, സ്മോൾ ടി വരും അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യും. അതായത് ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടി ആണ്, രണ്ടും കൂടെ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ക്രോസിങ് വരിക. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ടി, സ്മോൾ ടി വരും. 3 ടോളും 1 ഡ്വാഫും ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ഫീനോട്ടിപ്പിക് റേഷ്യോ ചോദിക്കുമ്പോൾ എന്ത് വരും? 3:1. 3 ടോള് 1 ഡ്വാഫ്.
ഇനി ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ നോക്കുന്നെങ്കിലോ ഇവിടെ നോക്കുക, ക്യാപിറ്റൽ ടി ഒരെണ്ണമാണുള്ളത്, ക്യാപിറ്റൽ ടി സ്മോൾ ടി രണ്ടെണ്ണം, സ്മോൾ ടി ഒരെണ്ണം. അപ്പോൾ 1:2:1 എന്ന് വരും. ഫിനോട്ടിപ്പിക് റേഷ്യോ 3:1 ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ് വരിക. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ഒന്നാമത്തെ ജനറേഷനിലെ ജീനോടൈപ്പ് ഫിനോടൈപ്പ്, രണ്ടാമത്തെ ജനറേഷനിലെ ജീനോടൈപ്പ് ഫിനോടൈപ്പ്, റേഷ്യോ 3:1 ആണ്. ഇങ്ങനെയാണ് നമ്മൾ മോണോ ഹൈബ്രിഡിലെ ക്രോസ് നടത്തുക. ഇനി ഡൈ ഹൈബ്രിഡ് ആണെങ്കിലോ 2 ക്രോസ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി ഈ മോണോ ഹൈബ്രിഡ് ക്രോസിനെ തന്നെ ബന്ധപ്പെട്ട കുറച്ച് തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഒരു ട്രൈറ്റിനെ 2 ഫാക്ടേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ടോളും ആവാം, ഡ്വാഫും ആവാം, ഉയരം കൂടുതലും ആവാം, ഉയരം കുറവും ആവാം. ഇനി when a pair of contrasting trait is subject to hybridization, one of the contrasting trait is expressed, അതായത് ഡോമിനന്റും റിസസീവും. നമ്മളൊരു സ്വഭാവ ഗുണം എടുക്കുമ്പോൾ അതിൽ ഒന്ന് മാത്രം പ്രകടമാവാം, ഒന്ന് എന്ത് ചെയ്യാം, അവിടെ ഒളിച്ചിരിക്കും. അപ്പം പ്രകടമാവുന്നതിനെ നമ്മൾ പറയുന്നത് ഡോമിനന്റ് ട്രൈറ്റ്, പ്രകട ഗുണം എന്നാണ്. മറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും, ഗുപ്ത ഗുണം, റിസസീവ് ട്രൈറ്റ് എന്ന് പറയും. അപ്പൊ മിസ് നേരത്തെ വരച്ചതിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എടുക്കുക. ഇവിടെ ഹൈറ്റ് ടോൾ പ്ലാന്റ് എന്ന് പറയുന്നത് ഡോമിനന്റ് ആണ്, ടോൾനെസ് എന്ന് പറയുന്നത് എന്തായി, അവിടെ പ്രകടമായ ഗുണമാണ്. പക്ഷെ സ്മോൾ ടി എന്ന് പറയുന്നത് അവിടെ ഇടനാണ്, മറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ മറഞ്ഞിരിക്കുന്നതിന് നമ്മൾ എന്താ പറയും, ഗുപ്ത ഗുണം അല്ലെങ്കിൽ recessive trait എന്ന് പറയും. So when gametes are formed, factors determine trait get separated without mixing. Ratio of dominant to recessive trait is offspring of second generation. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഡൈ ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, 2 ക്യാരക്ടറാണ് നമ്മൾ എടുക്കുക. അപ്പൊ 2 ക്യാരക്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ വരും. ഗമേറ്റ് എടുക്കുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി ഇവിടെ ക്യാപിറ്റൽ ആർ വരും, ഇവിടെ സ്മോൾ ടി ഇവിടെ സ്മോൾ ആർ വരും. രണ്ടും കൂടെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ വരിക, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതാണ് F1 ഡൈ ഹൈബ്രിഡ് ക്രോസ് വരിക. ടോൾ റൗണ്ട് പ്ലാന്റ് ആണ്, ജീനോ ടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി ഇതിനെ തന്നെ നമ്മൾ വീണ്ടും F2 ചെയ്യുമ്പോഴാണ് ഇത് ഈ ഒരു പുണ്ണറ്റ് സ്ക്വയർ കാണാം. അപ്പൊ അതില് ഗമേറ്റ് എങ്ങനെയാ വരിക, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ. ഇതാണ് പാരന്റ്. ഇതിൽ നിന്ന് ഗമേറ്റ് ഉണ്ടാക്കുന്നത് ഇതും കൂടെ ക്രോസ് ചെയ്യും, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. പിന്നെ ഇതും കൂടെ ക്രോസ് ചെയ്യും, ക്യാപിറ്റൽ ടി സ്മോൾ ആർ. പിന്നെ ഇതും കൂടെ ക്രോസ് ചെയ്യുമ്പോഴാണ് സ്മോൾ ടി ക്യാപിറ്റൽ ആർ കിട്ടുന്നത്. ഇതും കൂടെ ക്രോസ് ചെയ്യുമ്പോഴാണ് സ്മോൾ ടി സ്മോൾ ആർ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇവിടെയും വരും. എന്നിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്നാണ് നോക്കുക. അപ്പൊ പാരന്റിന്റെ അതേ കോമ്പിനേഷൻ ഉണ്ടാവും. ടോള് റൗണ്ട് വരും, അതുപോലെ തന്നെ എന്ത് വരും, ഡ്വാഫ് റിങ്കിൾഡ് വരും. പക്ഷെ പാരന്റിൽ ഇല്ലാതെ പുതിയ ക്യാരക്ടർ വരും. അതാണ് ഡ്വാഫ് റൗണ്ടും പിന്നെ ഏതാണ് വരുന്നത്, ടോള് റിങ്കിൾഡും. കണ്ടോ, ഇവരെന്ന് പറയുന്നത് പാരന്റൽ ഇല്ലാതെ പുതിയ കോമ്പിനേഷൻസ്, അതിനെ നമ്മൾ നോൺ പാരന്റൽ കോമ്പിനേഷൻ എന്ന് പറയും. സോ when tall round seed plants are crossed with dwarf wrinkled plant, all the offspring in first generation tall round seeded ആയിരിക്കും. രണ്ടാമത് വരുമ്പോഴോ ജീനോടൈപ്പ് ടോൾ റൗണ്ട് ആകും. ജീനോടൈപ്പിൽ ഉണ്ടാവുന്നത് ഈ ജീനോടൈപ്പുകളാണ് ഉണ്ടാവുക. അതിൽ ഈ കളറുകളിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, പാരന്റൽ ഇല്ലാത്ത പുതിയ കോമ്പിനേഷൻസ് ആണ്. ടോളിന്റെ കൂടെ റിങ്കിൾഡും ഡ്വാഫിന്റെ കൂടെ റൗണ്ടും വരുന്നത്. അപ്പം മാതാപിതാക്കളിൽ കാണാത്ത പുതിയ ഗുണങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ജീനോടൈപ്പ് എഴുതേണ്ടത് ഏതാ, ഈ ബ്ലൂ കളറും ഗ്രീൻ കളറിലും കൊടുത്തിരിക്കുന്നതാണ്. ടോള് റിങ്കിൾഡും ഡ്വാഫ് റൗണ്ടും. കേട്ടോ, അപ്പം ഫീനോടൈപ്പ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ എഴുതാനായിട്ട് പഠിക്കുക. ജീനോടൈപ്പ് നിങ്ങൾ അതുപോലെ തന്നെ എഴുതാനായിട്ട് പഠിക്കുക. സോ മോണോ ഹൈബ്രിഡ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കണം. ഇനി postulations arrived by Mendel through dihybrid cross. When 2 or more different traits combine, each trait is inherited independently to the next generation. ഇതിനെ നമ്മൾ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയും. അതായത് 2ഓ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ ഓരോ സ്വഭാവവും പരസ്പരം കൂടി കലരാതെ എന്ത് ചെയ്യുന്നു, സ്വതന്ത്രമായിട്ട് അടുത്ത തലമുറയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഹെറിഡിറ്ററി ഫാക്ടർ ഐഡന്റിഫൈ ദ മെന്റലിനെ നമ്മൾ പറയുന്നത് ജീൻസ് എന്നാണ് പറയാം. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. ഈ നോൺ മെന്റേൽ എന്ന് പറയുമ്പോൾ എന്താണ്, മെന്റലിന് ശേഷം ഈ പറയുന്ന മെന്റലിന്റെ ലോയിനേക്കാളും കൂടുതൽ വ്യത്യസ്തകരമായിട്ടുള്ള തിയറീസ് കൊണ്ടുവന്നതാണ്. സോ നമുക്ക് പറയാം, ജീനുകൾ, പരിസ്ഥിതി, മറ്റു ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെ കുറിച്ച് പിൽക്കാല പഠനങ്ങളിൽ ചിലത് മെന്റലിന്റെ നിയമങ്ങളിലുള്ള ചില പരിമിതികളെ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ആ ലിമിറ്റേഷൻസ് മാറ്റിയിട്ട് പുതിയത് വന്നതാണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്നത് കോഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സം പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണ്. ഇത് മക്കൾ ഈ ഒരു ടേബിളിൽ മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ,
കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ നമ്മൾ കണ്ടത് എന്താ, ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുമ്പം സ്മോൾ ടി ഡോമിനേറ്റ് ചെയ്യും, അതായത് ടോൾ പ്ലാന്റേ ഉണ്ടാവുള്ളൂ എന്നാ. പക്ഷെ ചില കേസിൽ അങ്ങനെ ആവണമെന്നില്ല. അതാണ് 4 മണി ചെടിയിൽ ചുവന്ന പൂവും വെള്ളപ്പൂവും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ചുവപ്പ് അവിടെ ഡോമിനേറ്റ് ചെയ്തില്ല, പകരം രണ്ടും കൂടെ മിക്സ് ആയിട്ട് പിങ്ക് ഉണ്ടായി, പുതിയൊരു കളർ ഉണ്ടായി. സോ ഡോമിനന്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദ റെസസീവ് ട്രൈറ്റ്. അപ്പൊ നമുക്ക് പറയാം ചുവന്ന പൂവുള്ളതും വെളുത്ത പൂവുള്ളതുമായ 4 മണിച്ചെടിയിൽ വർഗസംഘടന വഴി പിങ്ക് പൂ ഉണ്ടാകുന്നതിനെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നു. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. രണ്ടാമത്തേതോ കോ ഡോമിനൻസ് എന്ന് പറയും. അവിടെ എന്താ പ്രത്യേകത, ഒരു പശുവിൽ ബ്രൗണും വെള്ളയും റോൺ കോട്ട് പാറ്റേൺ കാണുന്നു. കാരണം ബോത്ത് അലിൽ എക്സിബിറ്റ് ദ ട്രൈറ്റ്, രണ്ടും ഒന്നിച്ച് എന്ത് ചെയ്യാണ് പ്രകടമാവുക. രണ്ടും ഒന്നിച്ച് പ്രകടമാവുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയുന്നു, കോ ഡോമിനൻസ് എന്ന് പറയും. രണ്ടും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു. പിന്നെ ഉള്ളത് മൾട്ടിപ്പിൾ അലിലിസം ആണ്. സാധാരണ നമ്മൾ പറഞ്ഞു ഒരു ജീനിൽ 2 അലിലാണ്, പക്ഷെ 2 അലിൽ കൂടുതലുണ്ട്. ഇതായത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആ പറയുന്നത്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് അവിടെ എടുക്കുമ്പോൾ ഇവിടെ നോക്കിയാൽ മതി, IA ഉണ്ട്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗില് IA, IB, I ഇങ്ങനെ 3 അലിലുകളാണ് രക്തഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് പറയാം, മൾട്ടിപ്പിൾ അലിലിസം, 1-ൽ കൂടുതൽ 2-ൽ കൂടുതൽ അലിലുകൾ വരുന്നുണ്ട്. പിന്നെ പോളിജനിക് ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ സ്കിൻ കളറാ പറയുന്നത്. ഇവിടെ എന്താ പ്രത്യേകത പറഞ്ഞാൽ 1-ൽ കൂടുതൽ ജീനാണ് കൺട്രോൾ ചെയ്യുന്നത്. 1-ൽ കൂടുതൽ ജീന് കൺട്രോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മെലാനിൻ ഉണ്ടാകും. ആ മെലാനിൻ കൂടുമ്പോൾ എന്താവും, ഡാർക്ക് കളറാവും. മെലാനിൻ കുറയുമ്പോൾ ലൈറ്റ് കളറിലേക്ക് വരും. അതാണ് നമ്മുടെ സ്കിന്നിന്റെ കളറിലൊക്കെ വ്യത്യാസം വരുന്നത്. സോ അതാണ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. സോ പഠിച്ചു വെച്ചോളാം, നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, പിന്നെ കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലിലിസം, പിന്നെ ഏതാണ് പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഏതാണ്, വേരിയേഷൻ, വ്യതിയാനമാണ് അല്ലെ. അതായത് ജീനുകൾ ഒരേപോലെ പാരന്റിൽ നിന്ന് വരുമ്പോൾ ഹെറിഡിറ്റി, പാരമ്പര്യം എന്ന് പറയും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നു, അതിനെയാണ് നമ്മൾ വേരിയേഷൻ, വ്യതിയാനം എന്ന് പറയുന്നത്. അതിന് 2 കാരണങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ക്രോസിംഗ് ഓവറും, രണ്ടാമത്തെ മ്യൂട്ടേഷനും. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ മിയോസിസ് നടക്കുമ്പോൾ നമ്മുടെ സെൽ ഡിവിഷൻ, ഗമേറ്റ്സ് ഉണ്ടാകുന്നു. ആണുങ്ങളിൽ സ്പേമും പെണ്ണുങ്ങളിൽ എഗ് അല്ലെങ്കിൽ ഓവം ഉണ്ടാകുന്നു. അപ്പൊ ആ മിയോസിസ് നടക്കുമ്പോൾ ഈ DNA തമ്മിൽ ഇതുപോലെ എന്ത് ചെയ്യുന്നു, ക്രോസിംഗ് നടക്കാണ്. കയാസ്മ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് ക്രൊമാറ്റിഡുകൾ തമ്മിൽ കൈമാറുമ്പോൾ ജീന് തമ്മിൽ കൈമാറ്റം ചെയ്യുന്നു. ഈ ജീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ എന്തായി, അവിടെ വ്യതിയാനം ഉണ്ടായി, വ്യത്യാസം, വേരിയേഷൻസ് ഉണ്ടാക്കുന്നു. ആൻഡ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാലോ, ജീനുകളിലെ, അതായത് ജീനിന്റെ ഒരു ഭാഗം, നമ്മളിപ്പോൾ നൈട്രജൻ ബേസ് അഡിനിൻ തൈമിൻ ആണെങ്കിൽ അത് മാറിയിട്ട് അവിടെ ഇതാ തൈമിൻ അഡിമിനാവുന്നു. അല്ലെങ്കിൽ ഈ ഒരു ജീനിലെ ചേഞ്ച് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആ ഒരു ക്യാരക്ടർ മാറ്റമാണ്. സോ മ്യൂട്ടേഷൻ ക്യാൻ ബി കോസ്ഡ് ബൈ ഇറേഴ്സ് ഡ്യൂറിംഗ് DNA replication, exposure to certain chemical radiation. DNA റെപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ വഴിയോ റേഡിയേഷൻ വഴിയോ ഈ പറയുന്ന മ്യൂട്ടേഷൻ സംഭവിക്കാം. ആ മ്യൂട്ടേഷൻ എന്ത് ചെയ്യുന്നു, എവല്യൂഷനിൽ തന്നെ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ക്രോസിംഗ് ഓവർ എന്ന് പറയുമ്പോൾ ക്രൊമാറ്റിഡുകൾ തമ്മിൽ പെയർ ചെയ്ത് ജീനുകൾ കൈമാറ്റം ചെയ്യുന്നു, അതുവഴി വ്യതിയാനം ഉണ്ടാകുന്നു. ആൻഡ് മ്യൂട്ടേഷനിലോ ജീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജനിത ഘടനയിൽ ആകസ്മികമായി ഉണ്ടാവുന്നതും എന്ത് ചെയ്യുന്നു, ഹെറിഡിറ്ററി വരുന്ന ഒരു ചേഞ്ച് ആണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ജെനറ്റിക്സ് ഓഫ് ലൈഫ് നമ്മൾ പഠിക്കുന്നത്. നാളെയുടെ ജീവന്റെ ജനിതകൾ എന്ന് പറയുന്ന ചാപ്റ്റർ അത് കംപ്ലീറ്റ് സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവരും 5 മണിക്ക് തന്നെ ലൈവിലേക്ക് വരണം. അടിപൊളിയായിട്ട് പഠിക്കാം. ബൈ, ഓൾ ദ ബെസ്റ്റ്.